നമസ്കാരം. അനിരുദ്ധന്റെ പ്രതികരണം എന്ന പേരിൽ പുതിയൊരു പരിപാടി അവതരിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലെ അഴിമതികളും അസമത്വങ്ങളും അനീതികളും പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രതികരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തവണത്തെ വിഷയം വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ ദുസ്ഥിതിയെ പറ്റിയാണ്. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത ടാക്സ് വിദഗ്ധനും അറിയപ്പെടുന്ന സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ വി അനിരുദ്ധനാണ് പ്രതികരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചതിൽ നിന്നും വടക്കാഞ്ചേരിയിൽ 1877 മുതൽ ഒരു പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നതായും വടക്കാഞ്ചേരിയിലെ ബോയ്സ് ഹൈസ്കൂളിന് 100 കൊല്ലത്തിലധികം പഴക്കമുണ്ടായിരുന്നതായും കാണുന്നു. രാജഭരണകാലത്ത് കെട്ടിടം വെച്ച് അതിൽ ധാരാളം രാജാവിൻ്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നതായും അദ്ദേഹം അവിടെ സമയം ചിലവഴിച്ചതായും കാണുന്നുണ്ട്. അപ്പോൾ അന്നു മുതൽ തന്നെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള ജില്ലയിലോ കേരളത്തിലോ മറ്റെങ്ങുമില്ലാത്ത വിധത്തിൽ നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ കളിച്ച പലരും ലോകപ്രശസ്തരായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എന്താണ്? അത് മോഡേണൈസ് ചെയ്യുക എന്ന പേരിൽ കോടികൾ മുടക്കി ഒരു ഗ്രൗണ്ട് നശിപ്പിച്ചു. പണം മുടക്കി ഒരു നല്ല വസ്തുവിനെ എങ്ങനെ ചീത്തയാക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട്. എവിടുന്നോ ഉള്ള മണ്ണും തോട്ടിലുണ്ടായിരുന്ന മണ്ണും മണലും കയറ്റി യാതൊരു ക്യൂറിങ്ങും കൂടാതെ, അരിക്കുകയോ അതിലെ അഴുക്ക് കളയുകയോ ഒന്നും കൂടാതെ വടക്കാഞ്ചേരി ഗ്രൗണ്ടിൽ നിരത്തി അതിൻ്റെ പുറത്ത് ഗ്രൗണ്ടിലെ മണൽ തന്നെ അവിടുത്തെ പുല്ല് വീണ്ടും കിളുക്കപ്പെടുമെന്ന് പറഞ്ഞ് അവിടെ നിരത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ആ സോഫ്റ്റായ ചെറിയ പുല്ലിനെ തോട്ടിൽ നിന്ന് കയറ്റിയിട്ട മണ്ണിലുണ്ടായിരുന്ന കാടൻ ചെടികൾ നശിപ്പിച്ചു കളയുകയും ഇന്ന് ആ ഗ്രൗണ്ടിലേക്ക് ആർക്കും കയറാൻ പറ്റാത്ത അവസ്ഥയിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. പാമ്പുണ്ടാവാം, ഇഴജന്തുക്കൾ ഉണ്ടാവാം, ഒരു തരത്തിലും യൂസ്ഫുൾ അല്ല. ഗ്രൗണ്ടിലെ ഒരു കാന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ബോൾ പോയാൽ എടുക്കാൻ ഇറങ്ങിയാൽ കാലും കൊണ്ട് പുറത്തേക്ക് പോരാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നശിപ്പിച്ച സ്റ്റേജിലാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. ആർക്കും കളിക്കാൻ പറ്റില്ല. ഇനി അത് ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിക്കളയാന്ന് വെച്ചാൽ വെട്ടിക്കളഞ്ഞുകൊണ്ടൊന്നും പ്രയോജനമില്ല. താഴത്തിന്റെ വേരുമുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും വീണ്ടും ഇത് കിളുത്തു വരും, നേരെയാവില്ല. അപ്പോ ശാസ്ത്രജ്ഞരുമായിട്ട് ആലോചിച്ച് ഈ പുല്ലെങ്ങനെ കളയാമെന്ന് നോക്കി. ഈ ഗ്രൗണ്ട് നേരെയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ധാരാളം ആൾക്കാർ കളിക്കുന്നതാണ്. ഇപ്പോ തന്നെ നോക്കൂ നിങ്ങൾ, ഈ ലോക ഫുട്ബോൾ നടന്നപ്പോൾ ഇവിടെ കളി ഉദ്ഘാടനം ചെയ്തു MLA വന്നിട്ട്. ഒരു ടീമിന് പോലും കളിക്കാൻ പറ്റിയിട്ടില്ല. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫ് കളി കളിച്ചത് വാടകയ്ക്കെടുത്ത ടർഫ് ഗ്രൗണ്ടിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോയിട്ടാണ്. അങ്ങനെ പോലും ആർക്കും ഉപയോഗപ്പെടാത്ത രീതിയിൽ ഒരു സാധനം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായി ആലോചിച്ച് എല്ലാവരോടും ഡിസ്കസ് ചെയ്ത്, ടൗണിലുള്ള പ്രമുഖരായ വ്യക്തികളോട് ഡിസ്കസ് ചെയ്ത് ഈ ഗ്രൗണ്ട് എങ്ങനെ നേരെയാക്കാമെന്നുള്ള രീതിയിൽ ഒന്ന് ചർച്ച ചെയ്ത് ഇത് നേരെയാക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇത് കൂടാതെ ഇത് ആരാണോ നശിപ്പിച്ച് കളഞ്ഞത് അവരിൽ നിന്നും സ്പോർട്സ് കൗൺസിലിന്റെ ആൾക്കാര് നിരന്തരം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പണി നടക്കുമ്പോൾ അവരിൽ നിന്നും ഉണ്ടായ നഷ്ടം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു പ്രവൃത്തി കൂടി ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇനിയും സർക്കാരിന്റെ കാശ് മേടിച്ച് കാട്ടിലെ തടി തേവരുടെ ആനോ വലിയടാ വലി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇനിയും ചെയ്യാം. മേലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ചാലിൽ കൂടി പോകാൻ ചാലുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് ഒരു 30 മീറ്ററോളം
ഒരു ചാലുമില്ലാതെ കിടക്കുന്നുണ്ട്. എങ്ങനെ ചാലിലേക്ക് വെള്ളം വരും? ഗ്രൗണ്ടിലെ വെള്ളം എങ്ങനെ ചാലിലേക്ക് പോകും? ഇതൊന്നും നടക്കാത്ത രീതിയിൽ ഗ്രൗണ്ട് എല്ലാത്തിൽ നിന്നും താഴെയാണ്. ചാലിന്റെയും കാനയുടെയും താഴെയാണ്, റോഡിന്റെയും താഴെയാണ്. ഒക്കെ വല്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായി ഈ ഗ്രൗണ്ട് നേരെയാക്കുന്നതിനും കൂടാതെ വന്ന നഷ്ടം ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുന്നതിനും ഉള്ള നടപടി ഏറ്റവും വേഗം ഉണ്ടാവണമെന്ന് ഞാൻ എല്ലാവരോടും ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.